വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 തരം നാരങ്ങ വെള്ളവുമായിട്ടാണ്. ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന 2 തരം ലെമൺ ജ്യൂസും ആയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ ജ്യൂസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെമൺ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഗ്ലാസ്സിലേക്കുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു 6 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ആദ്യം മിക്സിയിൽ അടിച്ചെടുക്കണം. ആദ്യം പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലെമൺ ഇട്ടതിന് ശേഷം നമുക്ക് കുറേ ഒന്നും അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കുകയാണ്. ഇനി ഒരു നാരങ്ങ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നാരങ്ങയുടെ കുരു കളയാൻ പറ്റുമെങ്കിൽ കളയുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസ് പെട്ടെന്ന് കഴിച്ചു പോവില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും ചെറിയ 2 പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി കൂടി പോകാൻ പാടില്ല. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അധികം അടിച്ചെടുക്കാൻ പാടില്ല. ഇനി അരിപ്പയിലേക്ക് ഒരു ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നമ്മുടെ ലെമൺ ജ്യൂസ് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ ജ്യൂസാണ്. പിന്നെ അധികം നേരം വെക്കാൻ പാടില്ല. നമ്മൾ കുടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അടിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കയ്പ്പ് വരും. അപ്പോൾ ഈ ചൂടുകാലത്തും അതേപോലെ നോമ്പിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നാരങ്ങാ വെള്ളമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു നാരങ്ങാ വെള്ളമാണ്. നല്ല കളർഫുൾ ആയിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു നാരങ്ങാ വെള്ളമാണ്. അതേപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു ഗ്ലാസ് അനാർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് പകരമായിട്ട് ക്യാരറ്റ് ഉപയോഗിക്കാം, ഗ്രേപ്സ് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അനാറാണ്. അതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. ഇത് നമുക്ക് ഐസ് ക്യൂബ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജ്യൂസ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഐസ് ക്യൂബ് ഉണ്ടാക്കി വെക്കണം. നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നാരങ്ങ വെള്ളം ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് ഫ്രീസർ വെച്ചിട്ട് ഐസ് ക്യൂബ് ആക്കി എടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിന് പഞ്ചസാരയും ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കസ്കസും ഒരു പീസ് നാരങ്ങയും എടുത്തിട്ടുണ്ട്. ഞാൻ ജ്യൂസ് അടിച്ച് വെച്ച ഐസ് ക്യൂബ്സ് ആണ് ഇത്, അതും എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ രീതിയിൽ നാരങ്ങാ വെള്ളം ഉണ്ടാക്കിയാലും മതി. ഞാനിപ്പോൾ മിക്സിയിലാണ് നാരങ്ങാ വെള്ളം ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് നാരങ്ങാ നീരും ആവശ്യത്തിനുള്ള ഷുഗറും വെള്ളവും ആഡ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം നമുക്ക് ഈ നാരങ്ങയുടെ തൊലിയുടെ പകുതി ഭാഗം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങയുടെ തൊലി ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്സിയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നന്നാവുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. നാരങ്ങയുടെ തൊലി നന്നായി അരിയൊന്നും വേണ്ട. കാരണം നമ്മൾ അരിപ്പ വെച്ച് അരിച്ചെടുത്ത് ഒഴിവാക്കും. ഇനി നമുക്ക് നാരങ്ങ വെള്ളം സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച 3 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ക്യാരറ്റ് വെച്ച് ഒക്കെ ചെയ്തെടുക്കാം. യെല്ലോ കളർ ആയിരിക്കും കിട്ടുക. ഗ്രേപ്സ് ആകുമ്പോൾ ഒന്നും കൂടി നല്ലൊരു പിങ്ക് കളർ കിട്ടും. നമ്മൾ ഉണ്ടാക്കി വെച്ച നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കസ്കസ് ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്.
കസ്കസൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും കുടിക്കാനൊരു രസമാണ്. അപ്പോൾ ഈ ചൂടുകാലത്തും ഈ നോമ്പിനും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള 2 നാരങ്ങാ വെള്ളമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാ വെള്ളം കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഇതേപോലത്തെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.